മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നാണയങ്ങൾ എല്ലായ്പ്പോഴും ശബ്ദമുണ്ടാക്കുന്നു, പക്ഷേ നോട്ടുകൾ എപ്പോഴും നിശബ്ദമാണ്. അതിനാൽ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ സ്വയം നിശബ്ദത പാലിക്കുക. ഭക്തരെ, നിരപരാധികളുടെ വിശ്വാസമാണ് ഒരു ചതിയൻ്റെ പ്രധാന ആയുധം. കള്ളങ്ങളും രഹസ്യങ്ങളും ഉറങ്ങുന്ന ഇടങ്ങളിൽ സ്നേഹത്തിന് ഒരിക്കലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല. തിരുത്താൻ കഴിയാത്ത തെറ്റുകളല്ല ആരെയും നശിപ്പിച്ചിട്ടുള്ളത്, തിരുത്താമായിരുന്നിട്ടും തിരുത്താൻ കൂട്ടാക്കാത്ത തെറ്റുകളാണ്. ഭക്തരെ, സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നേയുള്ളൂ, അതാണ് സാഹചര്യം. ഭക്തരെ, വീണുടഞ്ഞത് ചേർത്ത് വെച്ചാൽ രൂപമുണ്ടായേക്കാം, പക്ഷേ പഴയ പോലെ ഭംഗി ഉണ്ടാവണമെന്നില്ല. അതുപോലെയാണ് പല ബന്ധങ്ങളും. നിങ്ങൾക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. എങ്ങനെ നിങ്ങൾ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. ഭക്തരെ, നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. ആരെയും ഉപയോഗശൂന്യമായി കണക്കാക്കരുത്. കാരണം അഴുക്കുവെള്ളം കുടിക്കാൻ കൊള്ളില്ല എങ്കിലും അതിന് തീ കെടുത്താനുള്ള കഴിവുണ്ട്. ഭക്തരെ, ചിലരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചിലരെ ഒരു ആയുസ് മുഴുവനും കൂടെ ഉണ്ടായാലും മനസ്സിലാക്കാൻ പറ്റിയെന്നു വരില്ല. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറാവുക. ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാൻ കഴിയില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. അതിനാൽ നേരെ മാത്രം നോക്കുക. നിങ്ങളുടെ ലക്ഷ്യം അവിടെയാണ്, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 1. എല്ലാ കാര്യങ്ങൾക്കും വിഷമിക്കുന്നത്. 2. എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നത്. 3. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്നത്. 4. മറ്റുള്ളവരെ ശരിയാക്കുക എന്നത്. 5. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ സ്വന്തം ആവശ്യങ്ങൾ ത്യജിക്കുന്നത്. 6. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറുന്നത്. ഭക്തരെ, നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുമ്പിൽ എങ്ങനെയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായി എന്ന് വരില്ല. ഒരു വിത്ത് വളർന്ന് മരമാകാൻ ക്ഷമയോടെ കാത്തിരിപ്പും പരിചരണവും ആവശ്യമാണ്. വിജയം നേടാനും ഇത് ആവശ്യം തന്നെയാണ്. ഭക്തരെ, ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാക്കാനും നല്ല മനുഷ്യരെ തിരിച്ചറിയാനും കഴിയുന്നത്. ഭക്തരെ, ക്ഷമയോടെ കാത്തിരിക്കുക. മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. എത്ര പേർ കൂടെയുണ്ടായിരുന്നു എന്നതല്ല, രക്ഷയ്ക്കായി ആരാണ് കൂടെ നിന്നത് എന്നതിലാണ് കാര്യം. ഭക്തരെ, പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ഈശ്വരൻ നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ഭക്തരെ, നാവുകൊണ്ട് സ്നേഹം അഭിനയിക്കുന്നവർക്കാണ് ജീവിതത്തിൽ പ്രാധാന്യം. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും മാത്രമായിരിക്കും. ഭക്തരെ, ഒരു വ്യക്തിയോട് അയാൾ അറിയേണ്ടതിലും കൂടുതലായി ഒന്നും തന്നെ പറയരുത്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിച്ചേക്കാം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.